ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് അതേപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മുട്ട എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട വറവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം 3 മീഡിയം സൈസുള്ള സവോള നേരിയതായിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ട് നിന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ, വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് മുട്ടയാണ്. സവോളയും തക്കാളിയും മുട്ടയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ സവോള ഇതേപോലെ നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. 3 മീഡിയം സൈസുള്ള സവോളയാണ് നമ്മളെടുത്തത്. അതേപോലെ തന്നെ 3 മീഡിയം സൈസുള്ള ടൊമാറ്റോ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടൊമാറ്റോ ഞാനിപ്പോൾ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തക്കാളിയും കൂടി നല്ല രീതിയിൽ വെന്ത് വരുന്ന ആ ഒരു സമയം വരെ വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തക്കാളി വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സവോള വഴറ്റിയ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ വഴറ്റി കൊടുത്താൽ മതി. വേഗം തന്നെ തക്കാളിയും കൂടി വെന്ത് വന്നോളും. ഇപ്പം ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ തക്കാളിയും സവോളയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നത് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതുകൂടി ചേർത്തിട്ട് മുളകിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്നൊന്നും മുട്ട വെന്ത് വരില്ല. മീഡിയം ഫ്ലെയിമിലായാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇത് എല്ലായിടത്തും എല്ലാ സൈഡിലുള്ള മുട്ട ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ മുട്ട വെന്ത് വന്നോളും. ഇത്രയേ ഉള്ളൂ. മുട്ട വെന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തിക്കും ദോശക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.